ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വെളുത്തുള്ളി, വലിയുള്ളി, കരിവേപ്പിൻ്റെ ഇലക്ക മുളക് ഇട്ടിട്ട് നല്ലോണം അതൊന്ന് വഴണ്ടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴണ്ടി ഇട്ടിട്ട് ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇതിലിട്ട് കൊടുക്കണം. തക്കാളി ഇത് ഇഞ്ചിയാണ് കേട്ടോ, അതുകൂടെ ഇതിലിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വെന്തിട്ട് വഴറ്റിട്ടിട്ട് മൂടിയൊക്കെ നല്ലോണം ഒന്ന് വേവട്ടെ. ഇതൊക്കെ ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. കേട്ടോ, തക്കാളി നല്ലോണം ഉടച്ചു കൊടുക്കണം. നമുക്ക് കൂട്ടാനും ഒഴിപ്പുണ്ടാവുള്ളൂ. കൂട്ടാൻ ഇങ്ങനെ വേണമെങ്കിൽ നല്ലോണം ഒന്നൊന്ന് കുത്തി വെച്ച് ശരിയാക്കുക കേട്ടോ. നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കാൻ ഒന്നായിട്ട് ഇളക്കുക. ഇതൊക്കെയാണ് കുരുമുളകും പൊടിയാണ്. കുരുമുളകും പൊടി, പിന്നെ ഇത് പൂനാരങ്ങല്ലേ, ചെറുനാരങ്ങ ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ലേശം ഇട്ട് കൊടുക്കുക. ഒന്നായിട്ട് നമുക്കത് കൂട്ടിയിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഞാൻ പൊടിച്ച് വെച്ചതാണ്. പൊടിച്ച് വെച്ചാലുള്ളൂ നമുക്ക് എപ്പോഴും എടുക്കണമെങ്കിൽ അന്നേരം പൊടിക്കേണ്ടതാണ്. എന്നിട്ട് ഇതൊന്ന് കൂട്ടി കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം ചുടുവെള്ളമാണ് കേട്ടോ. അത് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചുടുവെള്ളമല്ല, തിളക്കണ വെള്ളമാണ്. ചുടുവെള്ളം വെച്ചാൽ നേരെ ചൂടുവെള്ളമല്ലേ, ഇത് തിളക്കണ വെള്ളം കേട്ടോ. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് എന്താക്കാന്നറിയോ, ഈ വേവിച്ച് വെച്ച ഇറച്ചി കോഴിയാണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വല്ലാണ്ട് കോഴി ഈ നമ്മൾ താളിച്ച ഉള്ളി തക്കാളിയിലിട്ട് ഇങ്ങനെ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഉള്ളി തക്കാളിൻ്റെ ചൊയ വേറൊരു ചൊയ ആയിരിക്കും ഉണ്ടാവുക. കറക്കി വേറൊരു ചൊയ. ഇതിങ്ങനെ ആക്കുമ്പോൾ നല്ല ചൊയ ഉണ്ടാവും. മാഷാ അല്ലാ, നല്ല പുളിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കിടന്നൊന്ന് നല്ലോണം വെന്തിട്ടെ. അതിലേക്ക് ഇത്തിരി ഇത് മല്ലിച്ചപ്പൂ പുതിനയാണ് കേട്ടോ. ഇത് കറിയിടത്തിരി നല്ലോണം ഇടും ഞാൻ. അതും കൂടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നൊന്ന് വെന്തിട്ടെ കേട്ടോ. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാൻ. നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. വേറെ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും സുഖവും സമാധാനം സന്തോഷവും ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു എല്ലാ നിങ്ങൾ ഉദ്ദേശിച്ച മുറാദുകളും അള്ളാഹു നിങ്ങൾക്ക് സഫലമാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. നല്ലോണം വേവട്ടെ, തിളച്ചൊന്ന് വരുമ്പോൾ. വേറെന്താ മക്കളെ വിശേഷം? കേട്ടാ, അങ്ങനെ നമ്മളെ നെയ്ച്ചോറൊക്കെ ആയി. നെയ്ച്ചോറ് പിന്നെ ഇടുന്നതും വെക്കണമൊന്നും കാണിക്കായിട്ടാണ്. മറ്റേ കറി പിന്നെ കാണിച്ചതാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം, എല്ലാ കറി എല്ലാവർക്കും അറിയാം. എന്നാലും രണ്ടും കൂടെ കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഓരോ ഇതിൽ പോവില്ല. കുറേ നീട്ടത്തിൽ കുറേ കാണാനുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കുറുക്കി കാണിച്ചതാണ്. ബോറടിക്കാതെ കാണാമല്ലോ. നെയ്ച്ചോറ് ഉണ്ടാക്കണവരെ കാണിച്ചൊരുപാട് ഉണ്ടാവും കാണാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം. ചോറ് തിന്നാൻ പോവുകയാണ്. എൻ്റെ ചെറിയ മണി കഴിഞ്ഞിട്ട് കണ്ട്
വെച്ചതാണ്. കറി ഇതാ ഉണ്ട്. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഇതാ നല്ല കുറുങ്ങനുള്ള കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.